ഞാൻ അറിഞ്ഞ് ചെയ്തിട്ടുള്ള കാര്യമാണ്. മാറാട് കലാപത്തെ തുടർന്ന് 2003 കോഴിക്കോട്ട് മുതലക്കുളത്ത് വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും സംഘടിപ്പിച്ച പൊതുയോഗത്തിലാണ് പ്രവീൺ തൊഗാഡിയ വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗം നടത്തിയത്. അന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ഇന്നത്തെ BJP നേതാവ് കുമ്മനം രാജശേഖരന്റെ സാന്നിധ്യത്തിലായിരുന്നു തൊഗാഡിയയുടെ വിവാദ പ്രസംഗം. ഈ പ്രസംഗത്തിനെതിരെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്ന് കസബ പോലീസ് തൊഗാഡിയക്കെതിരെ കേസെടുത്തു. കുമ്മനം രാജശേഖരനായിരുന്നു കൂട്ടുപ്രതി. ഈ കേസാണ് 2014 നവംബർ മാസത്തിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പിൻവലിച്ചത്. കേസിൽ പ്രതിയായിരുന്ന കുമ്മനം രാജശേഖരന്റെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു അന്ന് കേസ് പിൻവലിച്ചത്. സംഘപരിവാർ നേതൃത്വവുമായി ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ ധാരണ പ്രകാരമായിരുന്നു ഈ നീക്കം. കേസ് പിൻവലിച്ചതിനെതിരെ അന്ന് വലിയ പ്രതിഷേധവും ഉയർന്നിരുന്നു. തൊഗാഡിയയുടെ അണികൾ ഇന്ന് നാട്ടിൽ മതവിദ്വേഷം ഇളക്കിവിട്ട് അഴിഞ്ഞാടുമ്പോൾ കേരളം ഓർക്കുന്നുണ്ട് ഈ കൂട്ടർക്ക് ഉമ്മൻചാണ്ടിയും UDF നൽകിയ സഹായങ്ങളെപ്പറ്റി. PV കുട്ടൻ, കോഴിക്കോട്.